യോനയെ ദൈവം ഒരു മിഷനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. നിനവയിലെ മിഷണറി ദൗത്യവും ഭരമേൽപ്പിച്ചു. എന്നാൽ യോനയ്ക്ക് താല്പര്യം തർശീശിലെ മിഷണറിയാവുക എന്നതായിരുന്നു. സമുദ്രത്തിലൂടെ കപ്പൽ മാർഗം സഞ്ചരിച്ച് കാറും കോളും ഭീതിപ്പെടുത്തുന്നതും പ്രയാസമുള്ളതുമായ കപ്പലിലൂടെ തർസീസിനെ ലക്ഷ്യമാക്കി നീങ്ങി. 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോടുള്ള ദൈവത്തിന്റെ അയ്യോഭാവത്തെ, നിനവെ മടക്കി വരുത്തുവാനുള്ള ദൈവഹൃദയത്തെ കാണുന്നതിൽ പക്ഷെ യോന പരാജയപ്പെട്ടു. പിന്നീടുള്ള യോനാ പ്രവാചകന്റെ തന്നെയുള്ള പ്രസംഗത്തിലൂടെ മഹാദുഷ്ടതയിലായിരുന്ന നിനവയുടെ മാനസാന്തരം വലിയതായിരുന്നുവെന്ന് നാം യോനായുടെ പുസ്തകത്തിലൂടെ വായിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നാമും ഇങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങളാൽ ദൈവിക കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാറുണ്ട്. ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് യാത്രയാവാതെ നമുക്കിഷ്ടവും കംഫർട്ടുമായ സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നാം യാത്രയാകും. ദൈവാലോചനയ്ക്ക് വിരുദ്ധമായുള്ള ഏത് യാത്രയുടെയും ഒടുക്കം പരാജയമായിരിക്കും ഫലം. മിഷൻ ദൈവത്തിൻ്റെതാണെന്നും ഭാരം യഹോവയുടേതാണെന്നുമുള്ള ബോധ്യത്താൽ ആയിരിക്കട്ടെ നമ്മുടെ ഓരോ ചുവടുകളും. കർത്താവിനോട് ചേർന്ന് തൻ്റെ ആലോചനയ്ക്കനുസരിച്ച് അനുസരണം കാണിക്കുമെങ്കിൽ അനേകർക്ക് വെളിച്ചമായി ദൈവം നമ്മെ തീർക്കും.